മുണ്ടക്കയം പൈങ്ങിനായിൽ ബിവറേജ് പടിഭാഗത്ത് ദേശീയപാതയിൽ വാഹനങ്ങൾ കടന്നു പോകണമെങ്കിൽ നന്നേ പാടുപെടും. റോഡിന്റെ ഇരുവശങ്ങളിലും യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. കൂടാതെ ദേശീയപാതയിൽ നിന്നും വിദേശ മദ്യഷോപ്പിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞു കയറുമ്പോൾ പ്രധാന റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. ശനിയാഴ്ചയും പൊതു അവധിക്ക് മുമ്പുള്ള ദിവസങ്ങളിലും വലിയ ഗതാഗതക്കുരുക്കാണ് ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. പോലീസ് എത്തി പലപ്പോഴും ഗതാഗതം നിയന്ത്രിക്കാറുണ്ടെങ്കിലും പോലീസ് മടങ്ങി മിനിറ്റുകൾക്ക് ശേഷം ഇവിടം വീണ്ടും പഴയപടിയാകും. ബിവറേജിലേക്ക് തിരിഞ്ഞ വാഹനങ്ങൾ കയറുമ്പോൾ മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത് പതിവാണ്. ഇത് ഡ്രൈവർമാർ തമ്മിൽ തർക്കത്തിനും ഇടയാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മദ്യലഹരിയിൽ വാഹനമോടിച്ചെത്തിയ വ്യക്തിയുടെ കാർ മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിച്ചതിനെ ചൊല്ലിയുള്ള സംഘർഷത്തെ തുടർന്ന് അരമണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നടുറോട്ടിൽ ഇരു സംഘങ്ങളും തമ്മിൽ കയ്യാങ്കളിയിലും ഏർപ്പെട്ടു. പോലീസ് എത്തി വാഹനം കസ്റ്റഡിയിൽ എടുത്തതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. പല ദിവസങ്ങളിലും ഇവിടെ മദ്യപാന്മാർ തമ്മിലും വാഹന ഡ്രൈവർമാർ തമ്മിലും കയ്യാങ്കളി പതിവാണ്. ദേശീയപാതയിൽ നിന്നും വിദേശ മദ്യഷോപ്പ് മാറ്റി സ്ഥാപിക്കണമെന്ന മുൻപ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇത്തരം നിയമങ്ങളൊന്നും നടപ്പാക്കാറില്ല. കാഞ്ഞിരപ്പള്ളി, പൊൻകുന്ന്, എരുമേലി അടക്കമുള്ള മേഖലകളിൽ നിന്നുള്ള ആളുകൾ മുണ്ടക്കയം പൈങ്ങിനായിലെ ബിവറേജ് ഔട്ട്ലെറ്റിൽ എത്തുന്നുണ്ട്. ഇവർ വരുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും ദേശീയപാതയുടെ വശത്താണ് പാർക്ക് ചെയ്യുന്നത്. ഗതാഗതക്കുരുക്ക് കുറവുള്ള ബൈപ്പാസ് റോഡിലേക്കോ മറ്റ് മേഖലയിലേക്കോ ബിവറേജ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിച്ചാൽ ദേശീയപാതയിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കും സംഘർഷങ്ങളും ഒഴിവാക്കുവാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.